ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു പല പല ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മളെ അറിവിൻ്റെ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഉദാഹരണങ്ങൾ. അപ്പോൾ 75-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു കടലിനെയും കടലിൻ്റെ തിരയെയും അതിൻ്റെ കുമിളകളെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മളെ അറിവിൻ്റെ ആ ഒരു അനന്തമായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നത്. അപ്പോൾ ആ കടലിലുണ്ടാകുന്ന കുമിളകൾ അത് ജലമാണ്. കടലെന്ന് പറഞ്ഞാൽ ജലമാണ്. വലിയ ആഴവും പരപ്പുമുള്ള ജലാശയം. അതിൻ്റെ തീരത്ത് മാത്രമാണ് തിരകളുണ്ടാകുന്നത്. ആ തിരകളിലാണ് കുമിളകളുണ്ടാകുന്നത്. ആഴക്കടലിലേക്ക് പോകുമ്പോൾ അവിടെ പരിപൂർണമായിട്ടും നിശ്ചലമാണ് ജലം. അതേപോലെ ഈ അറിവ് അതൊരു അനന്തമായിട്ടുള്ള സാഗരമാണ്. ഇവിടെ അതിൻ്റെ തീരങ്ങളിൽ കാണുന്ന കുമിളകൾ എന്ന് പറയുന്നത് ഞാനെന്ന ആ അഹങ്കാരം. അപ്പോൾ അഹങ്കാരം കൂടാൻ കാരണം ഈ അലകൾ. നമ്മൾ കടലിൻ്റെ തീരത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ അലകൾ വരുന്നു. അത് ഞാൻ എന്നുള്ള ഭാവത്തിൽ. ഇപ്പം നമ്മളിങ്ങനെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഞാനെന്ന ഭാവമാണ് മനസ്സിനെ എപ്പോഴും കലുഷമാക്കും. ഒരു ചിന്തയ്ക്കപ്പുറം വേറൊരു ചിന്തകൾ ഇങ്ങനെ നിരന്തരമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബാഹ്യമായിട്ടും അത് തന്നെയുണ്ട്, ആന്തരികമായിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ അലകളെ അല്ലെങ്കിൽ ഈ കുമിളകളെ അത് ജലത്തിൽ നിന്നും ഭിന്നമല്ല എന്നുള്ള അറിവിലേക്ക് ഒരാൾ ഉണരുമ്പോഴാണ് അവനും അതുതന്നെയാണ് എന്നുള്ള ആ ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥിത പ്രജ്ഞത്വം സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗുരു ഈ ശ്ലോകത്തിലൂടെ അത് സൂചിപ്പിക്കുകയാണ്. പ്രകൃതി ജലം തനുഭേനമാഴിയാത്മ അഹമഹം എന്നലയുന്ന ദുർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാം അമൃതായതിങ്ങുനൂനം. പ്രകൃതി ജലം. ഈ പ്രകൃതി എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്ഥാനത്താണ്. തനു ഭേനം. ഇവിടെ തനു എന്ന് പറഞ്ഞാൽ ശരീരമാണ്. അപ്പോൾ അതിനകത്ത് കുമിളകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടാൽ മതി. ആഴി ആത്മാ. ആഴി എന്ന് പറഞ്ഞാൽ കടലെന്ന് പറയുന്നത് നമ്മൾ ആത്മാവിൻ്റെ പ്രതീകമായിട്ട് അഹമെന്ന്. അപ്പോൾ ഞാനെന്ന് നമ്മളിങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്, അലയുന്നത്. അങ്ങനെ അത് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു അതിന് സ്റ്റോപ്പുമില്ല. ഊർമിജാലം. അത് തിരകളുടെ ഒരു അടങ്ങാത്ത കൂട്ടമാണ് ശരിക്കും ഊർമിജാലം. അകമലരാർന്ന്. അകമലരിൽ ഉൾച്ചേർന്നിരിക്കുന്ന അറിവുകളെല്ലാം മുത്തുതാൻ. അത് കടലിൻ്റെ അടിത്തട്ടിലുള്ള മുത്ത് മാത്രമാണ്. താൻ നുകരുവതാം അമൃത്. ഇനി അവരവർ നുകർന്നുകൊണ്ടിരിക്കുന്ന ആ അമൃതരസം എന്ന് പറയുന്നത് ആയുധങ്ങ് നൂനം. അത് ഈ അറിവാകുന്ന മുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ അകത്ത് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ശരീരം എടുത്ത് ഞാൻ എന്ന ഭാവത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ബാഹ്യമായിട്ടുള്ള കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് സുഖം, ആനന്ദം ഒക്കെ ലഭിക്കുമ്പോഴും അത് എന്തു തന്നെയാണ്? നമ്മുടെ അകത്തിരിക്കുന്ന ആ അമൃത സ്വരൂപം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത്രമാത്രം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ബാഹ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുള്ള ആനന്ദമാണെങ്കിൽ പോലും അതും ആ പരമ്പൊരുളിൻ്റെ സ്ഫുരണം മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള സുഖത്തെ
താൽക്കാലിക നൈമിഷികമായിട്ടുള്ള സുഖത്തെ ഒന്നും നമ്മൾ വിശകലനം ചെയ്ത് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഉള്ള വിവേകം, തിരിച്ചറിവ്, അത് അവൻ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തുമ്പോഴോ തീർച്ചയായിട്ടും അവൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ അമൃതത്വത്തെ അവൻ സാക്ഷാത്കരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറിവിൻ്റെ അനന്തമായിട്ടുള്ള തലങ്ങളെ ഉണർത്തി നമ്മൾ അവബോധത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഒരു കൃതകൃത്യത നമുക്കുണ്ടാകുന്നത്. അപ്പം ഇവിടെ ഈ ജലത്തെയും കുമിളകളെയും തിരകളെയും ഒക്കെ നമ്മൾ അതാതിൻ്റെ തലത്തിൽ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെയൊക്കെ ഇതിൻ്റെ അന്തർധാരയായിട്ട് വർത്തിക്കുന്നത് ആ പരമ്പൊരുൾ പരമാത്മാവ് തന്നെയാണ്. അത് ആനന്ദ സ്വരൂപമാണ്. അങ്ങനെ ആ അനന്തമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമുക്ക് കൈപിടിച്ചു ഉയരുവാനായിട്ടും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെയൊക്കെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ കർത്തവ്യം. അപ്പോൾ ഗുരു അതിനു വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് തരുന്നത്. അല്ലാതെ മനുഷ്യന് അവൻ്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആത്മോപദേശ ശതകം നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത് അവനവനെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ഓരോ ഉദാഹരണങ്ങൾ ഗുരു ഒരു ശിഷ്യൻ എന്നുള്ള രൂപത്തിൽ സൂചിപ്പിക്കുമ്പോഴും അത് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുള്ള, നമ്മുടെ പോരായ്മകളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് വെളിയിൽ വരണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.